സോ വെൽക്കം ബാക്ക് നമ്മൾ ഗേസ്. അപ്പോൾ ഗേസ് നമ്മൾ നിൽക്കണം ഫ്രാങ്ക്ലിനായിട്ട്. ആൻഡ് ഫ്രാങ്ക്ലിൻ നമ്മുടെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്ത് നിൽക്കുകയാണ് ഫൈനലി. അപ്പോൾ നമ്മൾ ഗ്യാങ്ങിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് 2 മാസം മുമ്പേ, 2 മാസമല്ല 2 വർഷം മുമ്പേ. അപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ ഒക്കെ സ്ഥലം ഉണ്ടല്ലോ അവിടെ. സ്കേറ്റിംഗ് സ്ഥലം ഗൈസ്. പിന്നെ ഞാൻ ഈ ഒടുങ്ങി സൈക്കിൾ വെച്ച് ഗ്യാങ് തന്നെ നമുക്ക് തരുന്നേ ഗൈസ്. ഇങ്ങനെ വല്ല പ്രശ്നം നടന്നാൽ ഈ സൈക്കിൾ കൊണ്ട് പോകാനേ പറ്റുള്ളൂ. ഈ കാർ എടുത്തുകൊണ്ട് പോകാൻ ഒക്കത്തില്ല ഗൈസ്. നമ്മുടെ ഈ സൈക്കിളാണ് നമുക്ക് ഇവർ തന്നേക്കുന്നത്. ഓക്കെ, ഈ ഒരു സൈക്കിള്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ. അതിനകത്ത് ഫ്രാങ്കിൽ നിന്ന് ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അതൊരു ടാറ്റ അല്ല, ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ആരല്ല അമാർ കോൾ ചെയ്യുന്നില്ല. ആരാടാ? എടാ ഫ്രാങ്കിലെ, നീ ചോപ്പിന് ഫുഡ് കൊടുക്കണേ. അതിന് സത്യയുടെ ഫുഡ് കൊടുക്കണം. എന്തോ പനിയും കണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. എന്തായാലും ഫുഡ് സമയത്ത് കൊടുക്കണേ. പിന്നെ ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് നീ എന്നെ ഫുഡ് കൊടുക്കണ്ട. ഓക്കെ ആടാ, ശരിയാടാ, ഞാൻ ഫുഡ് കൊടുത്തോളാം. ശരി. നമുക്കിപ്പോൾ ചോപ്പിന് ഫുഡ് കൊടുക്കാൻ പോകണം. ചോപ്പ് നമ്മുടെ കയ്യിൽ അമാറിനെ അമാറെ നമുക്ക് ഗിഫ്റ്റ് തന്നെ ബർത്ത്ഡേക്ക്. പിന്നെ അവൻ്റെ പട്ടിയും കൂടെ പട്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ മാറാ അവൻ്റെ പട്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മളും കൂടെ അവനെ കെയർ ചെയ്യണ്ടേ. ഓക്കെ, അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ പോയിരുന്നു. ആൻഡ് നമ്മുടെ ഓപ്പോസിറ്റ് ഗ്യാങ് അപ്പുറത്താണ്, ബല്ലാസ്. ഓക്കെ, ബല്ലാസ് ഗ്യാങ് അപ്പുറത്താണ്. അതുകൊണ്ട് നമുക്കെന്തായാലും ഇതൊക്കെ നമ്മുടെ ഗ്യാങ്. ഓക്കെ, ഇവരെ നമ്മൾ ഇടിക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടോ നമ്മളൊന്നും ചെയ്യത്തില്ല. ഇത് നമ്മൾ ചോപ്പിനെ കണക്കത്തൊരു പട്ടിയാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഓക്കെ നമ്മളങ്ങനെ ചോപ്പിന് ഫുഡ് കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. ഓക്കെ, നമ്മളെന്തായാലും ജസ്റ്റ് ഒരു ചോപ്പിനെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ടൊന്നും കാണാം നമുക്ക്. ഓക്കെ, നമ്മൾ ചോപ്പിന് എന്തായാലും നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവൻ കയറി എന്തോ അവന് കഴിക്കുന്നില്ല ഗെയ്സ്. പിന്നെ പനിയാന്ന് തോന്നുന്നു. പിന്നെ ഉഷാറാവും നമുക്ക് ഉടനെ കൊണ്ടുപോയാലോ. ഇതാണ് നമ്മൾ ഫുഡ് വെച്ചിട്ടുണ്ട്. ചോപ്പേ പോയാലോ അവിടെയെങ്കിലും നമുക്ക്. ഗെയ്സ് ഒരു മിനിറ്റ് നമുക്കൊന്ന് നിൽക്ക്. ചോപ്പേ ഇതെന്താ ചോപ്പ ഇട്ടേക്കുന്നത് നീ? പൂപ്പിലടിക്കടാ. ഓക്കെ എടാ, കുഴപ്പമില്ല. നമുക്കെന്തായാലും ഇല്ലേ ചോപ്പേ, ഞാനില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ ഗ്യാങ്ങിലോട്ട് പോയാൽ എല്ലാവരും നമ്മൾ മനസ്സിലാക്കും. ഗൈസ് ചോപ്പം നമ്മുടെ വീട്ടില്ല. പക്ഷെ പറയാൻ സമയമില്ല. അയ്യോ പെട്ടെന്ന് കൂടാ. എടാ പറയാൻ സമയമില്ല. ലമാറിന് എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. ലമാറിന് എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ? എടാ പെട്ടെന്ന് പോടാ ഫ്രാങ്കിലിനെ. നമ്മൾ ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് എന്തായാലും. എടാ നമ്മൾ ഗ്യാങ്ങിൻ്റെ ഷർട്ടിട്ടൊന്ന് സീനായാലും അവനെന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവൻ ഈ ഒരു ഹോസ്പിറ്റലിലാണ്. പോവാം. ഗൈസ് നമ്മളിവിടെ ആക്സിഡൻറ്റ് ആകുന്ന നമ്മൾ വണ്ടി അവിടെ ഇടിച്ച് നമുക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ലമാറ് എൻ്റെ മറ്റേ ഇവിടെ വെച്ചാൽ കണ്ട സംഭവിക്കുന്നു പറഞ്ഞു. അവനെ ഇടിച്ചത് വണ്ടിയിൽ. ചേട്ടാ ഈ ലമാർ ഡേവിസിൻ്റെ ഇവിടെ എല്ലാം വണ്ടി ഇടിച്ചത് അവൻ എന്ത് ചെയ്യേ? മോനെ ലമാർ ഡേവിസ് ഇല്ലേ, അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഗൈസ്? അവൻ എന്നോട് പറഞ്ഞാൽ അവന് ഹോസ്പിറ്റലിൽ അവന്ന് വെച്ചാൽ ഫോണെടുത്ത ആളെ പറഞ്ഞത് ഹോസ്പിറ്റലല്ല കൊണ്ടുപോയിട്ടില്ല, ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ്. എടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? പക്ഷേ ഗൈസ് കാര്യം ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും വണ്ടി എടുത്ത് പോവാം. ഈ ടാക്സിക്കാരെന്തായാലും പോയി എന്തോ പേടിച്ചിട്ട് ബല്ലാസായുണ്ട്. കാരണം ഈ ബല്ലാസ് നമ്മളിപ്പോൾ ഈ ഷർട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ബല്ലാസിന് മനസ്സിലാവില്ല. ഈ ലമാർ ഡേവിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നോക്കാം നമുക്ക്. ലമാറെ എന്ത് ചെയ്യണം നീ? നമുക്ക് ഈ വണ്ടി എടുത്ത് പോയാലോ? ഗൈസ് ഈ വണ്ടി നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. പാട്ട വണ്ടി. അത് പൊട്ടടാ. ഇത് എന്തോ നാടോ. ബാക്ക് എടുക്ക്. പൊട്ട് ഗൈസ്. എന്തോന്ന് വണ്ടിയാ ഗൈസ്. നമ്മളങ്ങനെ അമാറിനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊരു സൗണ്ട് ഇടുന്നത്? എന്തില്ല ഇനി നമ്മളങ്ങനെ അമ്മാനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെന്തോ സീരിയസ് കണ്ടീഷനാണ് ഗൈസ്. അവനെന്തോ ഒരു വണ്ടി അവന് ഭയങ്കര സീരിയസ് കണ്ടു. അവൻ്റെ ബാക്ക് ബോണൊക്കെ സീരിയസ് കണ്ടീഷനിലാണ് പറയുന്നത്. ഇതെന്താ ഗൈസ് ഒരു വണ്ടി? ഇവൻ നമ്മുടെ ഗ്യാങ്ങിൽ നമ്മുടെ ഗ്യാങ്ങിൻ്റെ യൂണിഫോമാ ഗൈസ്. ഇവന് ജീവനുണ്ടാ? എടാ ദോമാരെ ഓടിപ്പോന്നു. എടാ ഞാൻ നിന്നെ ചെയ്യത്തില്ല. എടാ നമ്മളെ വണ്ടി കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എടാ ഗൈസ് എൻ്റെ പണി തീർന്നെന്ന് തോന്നുന്നു. എടാ നമ്മളിപ്പോൾ ആരെ വിളിക്കും? എടാ നമ്മുടെ ഒരു ലൈറ്റ് എടുത്ത് നോക്കിയാലോ? ടോർച്ച് എടുത്ത് നോക്കാം. അല്ല ടോർച്ചും ഇല്ല നമ്മുടെ കയ്യിൽ. ടോർച്ചുണ്ട്. ഭാഗ്യം, ഞാൻ വിചാരിച്ചു ടോർച്ച് ഇല്ലെന്ന്. ഗൈസ് ഇവൻ നമ്മുടെ ഗ്യാങ്ങിൽ തന്നെയാണ് ഗൈസ്. മനസ്സിലാവുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടാടാ ഇവനെ കൊല്ലുന്ന ആരെങ്കിലും? ഗൈസ് ഞാൻ മണ്ടനടേ.
എടാ എനിക്ക് ഈ കാറ് കണ്ട നിങ്ങൾ മേളിലൊക്കെ പൊട്ടി മറ്റേ സ്ക്രാച്ചൊക്കെ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ട? എനിക്ക് തോന്നുന്നു അവിടുന്ന് വണ്ടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേസ് വഴിയുണ്ട് ഫ്രണ്ടിൽ അങ്ങോട്ടോ കേസ്. എനിക്ക് തോന്നുന്നു ആ ഒരു റോഡില്ലേ നിങ്ങൾക്ക്, ആ റോഡ് എന്ന് വെച്ചാൽ ഈ ഒരു ബാക്കിലുണ്ടോ നിങ്ങളിത് പൊട്ടിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു ടയറെല്ലാം പൊട്ടിയിരിക്കുന്നു, നല്ല സ്ക്രാച്ചൊക്കെ വന്നേക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാക്കിലിരിക്കുന്ന ആ റോഡില്ലേ അവിടെ നിന്നാണ് അത് വന്നേക്കുന്നത്. വണ്ടി വന്ന് ഒരു വല്ല കള്ളു കുടിച്ചിട്ട് വല്ല വന്നിരിക്കും ആൾ, കുടിച്ചിട്ട് വല്ല വന്നിരിക്കും. അതുകൊണ്ടായിരിക്കും ആളിങ്ങനെ വന്നേക്കുന്നത്. അതാണ് ഇടിച്ചത്. നമുക്ക് 911 എന്തായാലും വിളിക്കാം. ഓക്കെ ഓക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. എളുപ്പം വരും. ഇവിടെ പിന്നെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. ഉമ്മാരോട് ഒരു കാര്യം, കള്ള് കുടിക്കല്ലേ കേസ്. ഒരിക്കലും നിങ്ങൾ കള്ള് കുടിക്കല്ലോ. ഓക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും കേസ്. കള്ള് കുടിച്ചാൽ അങ്ങനെ കള്ള് കുടിക്കല്ലോ. ഓക്കെ ഗൈസ്, ഡോൺ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊക്കെ പറയുന്നില്ല, അത് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യില്ലേ നിങ്ങൾ. ഓക്കെ ഇല്ല ഇങ്ങനെ ആവും നിങ്ങൾ. ഓക്കെ